നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. തീപിടുത്തത്തിന് കാരണം എസിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആയതെന്ന പ്രാഥമിക നിഗമനം. മുറിയിലെ വയറിംഗിലും ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇന്ന് വിശദമായ റിപ്പോർട്ട് നൽകും. ഇതിനിടെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ശരീരത്തിൽ കെമിക്കലുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കിൻ സാമ്പിൾ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ബോധരഹിതരായതുകൊണ്ടാവാം രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതെന്നാണ് വിലയിരുത്തൽ. കിടപ്പുമുറിയിൽ തീക്കൊപ്പം പടർന്ന പുക അപകട കാരണമായോ എന്നാണ് സംശയിക്കുന്നത്. മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മുറിയിൽ പുക നിറഞ്ഞ് ശ്വാസം മുട്ടിയാൽ പൂട്ടിക്കിടക്കുന്ന വാതിൽ തുറന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറയുമെന്ന് പോലീസ് പറയുന്നു. കിടപ്പുമുറിയിൽ പൊട്ടിത്തെറി നടന്നതായും സംശയിക്കുന്നുണ്ട്. ഭിത്തിയിലെ പൊട്ടലിന്റെ തീവ്രത പൊട്ടിത്തെറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എയർ കണ്ടീഷണറിന്റെ സ്പ്ലിറ്റ് യൂണിറ്റ് പൂർണ്ണമായും മുറിയിൽ ഉരുകി വീണിട്ടുണ്ട്. എന്നാൽ മുറിയുടെ പുറത്തുള്ള കണ്ടൻസറിലേക്ക് തീ നേരിയ തോതിലെ പടർന്നിട്ടുള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപകട കാരണമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അതിനുള്ള ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അപകട കാരണത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കൂ. ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതകൾ KSEBയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പരിശോധിക്കുന്നുണ്ട്. പോലീസ് സംഘവും ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗ ഉദ്യോഗസ്ഥരായ റിനി തോമസും വിഷ്ണു ഗോപാലും വിരലടയാള വിദഗ്ധൻ KS അഖിലും പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും പരിശോധിച്ചു. തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. എങ്കിലും പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വഴിയിലും വീട്ടിലും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. മലഞ്ചരക്ക് ബിസിനസ് ഉള്ളതിനാൽ വീടിന്റെ പറമ്പിൽ വരെ ക്യാമറയുണ്ട്. വഴിയിലും 3 ക്യാമറയുണ്ട്. അങ്കമാലി പറക്കുളത്ത് വ്യവസായിയായ ബിനീഷ് കുര്യൻ, ഭാര്യ അനു, മക്കളായ ജോവാന ബിനീഷ്, ജസ്വിൻ ബിനീഷ് എന്നിവരാണ് മരിച്ചത്. ഇരുനില വീടിന്റെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു ദമ്പതികളും 2 മക്കളും കിടന്നുറങ്ങിയിരുന്നത്. ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായത്. മറ്റു മുറികളിലേക്കൊന്നും തീ പടർന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീപിടുത്തത്തിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന സംശയം നിലനിൽക്കുന്നത്. മരിച്ച 4 പേരെ കൂടാതെ അമ്മയും ബിനീഷിന്റെ ജാതി കൃഷി നോക്കി നടത്തുന്ന അതിഥി തൊഴിലാളിയുമാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അമ്മ താഴെ മുറിയിലാണ് കിടക്കുന്നത്. ഇവർ പുലർച്ചെ പ്രാർത്ഥനയ്ക്കായി എണീറ്റപ്പോൾ തന്നെ മുകളിൽ തീ പടരുന്നത് കണ്ടിരുന്നു. തുടർന്ന് ഇവർ നിലവിളിച്ചെങ്കിലും പുലർച്ചെ ആയതിനാൽ പരിസരത്തൊന്നും അധികം ആളുണ്ടായിരുന്നില്ല. തുടർന്ന് വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന യുവാവിനെ വിളിച്ച് ഇരുവരും ചേർന്ന് വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും മുകൾ നിലയിൽ മുഴുവൻ തീ പടർന്നിരുന്നു. വീട്ടിൽ തീ പടരുന്നത് കണ്ട പത്ര ഏജന്റാണ് പിന്നീട് സമീപവാസികളെ വിവരം അറിയിക്കുന്നത്. സ്ഥലത്ത് പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി തീ അണയ്ക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.